ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പനീർ പൊറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ചിനായിട്ട് കൊടുത്തയക്കാൻ വളരെയധികം ഇഷ്ടപ്പെടും. പനീരൊക്കെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ്, അധികം എരിവൊന്നും ഇല്ലാതെ. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല, തൈര് കൊടുത്തയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സോസ് കൊടുത്തയക്കാം. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ സോസ് കൂട്ടി കൊടുക്കുന്നതാണ് നല്ലത് തൈരിനേലും. ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് പനീർ നിങ്ങൾക്ക് വേണ്ടത്ര അളവിലെടുക്കാം. ഞാനിപ്പോൾ ഒരു 6-7 പൊറാട്ടയ്ക്കുള്ള പനീരാണ് ഇത്രയും എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ സവോള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വീട്ടിൽ പൊടിച്ച ഗരം മസാല, ജീരകത്തിൻ്റെ പൗഡർ, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിയില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. ഞാനൊരു അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് കുഴച്ച് വെച്ചു. കുറച്ച് ഓയിലും കൂട്ടിയിട്ടാണ് പൊറാട്ട ഇതുകൊണ്ട് തന്നെ സാധാരണ വെള്ളത്തിൽ കുഴച്ചിട്ട് ലാസ്റ്റ് നമുക്കൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ നമുക്കത് കുറച്ച് വലിയ ബോൾസാക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഫില്ലിങ് കൊള്ളിൽ. സാധാരണ നമ്മൾ എടുക്കുന്നേക്കാളും കുറച്ചും കൂടെ വലിയ ബോൾസാക്കിയിട്ട് നമുക്ക് ഉറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഫില്ലിങ്ങൊക്കെ പുറത്ത് വരും. ഇത് 2 തരത്തിലും ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ അത്ര പരത്താൻ പറ്റില്ല കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്തിരിയും ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരി ഇതിലിട്ട് കൊടുക്കാം. നല്ല ഹെൽത്തിയാണ് പനീരും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇടുമ്പോൾ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ആവശ്യമുള്ളത്. അത് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ, ഹോട്ടലുകളിലൊക്കെ നമ്മൾ പോയി കഴിക്കുമ്പോൾ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. രാവിലെ വളരെ എളുപ്പമാണ്, കുട്ടികൾക്ക് ലഞ്ചിന് ഇഷ്ടപ്പെടും. പിന്നെ കറിയൊന്നും വേണ്ട, സോസോ അല്ലെങ്കിൽ തൈരൊക്കെ കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ സാലഡ്സ് എന്തെങ്കിലും മതി. നല്ല ഹെവി ആയിരിക്കും ചെയ്യും 2 പൊറാട്ടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് പനീർ കേട്ടോ. പനീർ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളത്തിലിട്ടെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ പനീർ, ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാതെ തന്നെ. പിന്നെ ഇതിൽ ചീസ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ചീസ് ചേർത്താൽ നന്നായിരിക്കില്ല, തണുത്താൽ കഴിക്കാം. വീട്ടിലുണ്ടാക്കി ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചീസ് ചേർക്കുന്നില്ല. ഇനി നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പൊടികളും സവോളയും എല്ലാം കൂടെ ജിഞ്ചർ ഗാർലിക്കൊക്കെ ചേരുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം പൊടിച്ച് വെക്കുന്നത് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഭക്ഷണത്തിന്. നമ്മൾ പൊടിച്ച് വെക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയൊക്കെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ കറികൾക്ക്. ഇതെല്ലാം കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മല്ലിയില ശരിക്കും അരിയാത്തത് കൊണ്ട് കുറച്ച് തണ്ടൊക്കെ അതിൽ കിടക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് മാറ്റിയെടുക്കുകയാണ്. ഇനി അതിൻ്റെ ഇല മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, മല്ലിയില. കുട്ടികൾക്ക് ഇതിൻ്റെ ഫ്ലേവർ എന്തായാലും ഇഷ്ടപ്പെടും. വേണമെങ്കിൽ കുറച്ച് ചാട്ട് മസാല അല്ലെങ്കിൽ ആംചൂർ പൗഡർ എന്ന് പറഞ്ഞിട്ട് കിട്ടും, മാംഗോ പൗഡർ ഡ്രൈ, അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് മാറ്റണമെങ്കിൽ കുറച്ച് ചാട്ട് മസാലയുടെ പൗഡറൊക്കെ ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, നല്ല ഫില്ലിങ് നല്ല ടേസ്റ്റിൽ വരുള്ളൂ. പൊടികളൊക്കെ പനീറിൽ നല്ലോണം യോജിക്കണം. ഈ മസാല നമുക്ക് വഴറ്റൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഇതിൽ തക്കാളിയും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളി ചേർത്തിട്ട് വേറൊരു അടിപൊളി പൊറാട്ടയുണ്ട്. നിങ്ങൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ, കുട്ടികൾക്ക് കൊടുത്താക്കി. അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാരറ്റ് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ. ഈവനിങ് ആണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. ക്യാരറ്റും ബദാമൊക്കെ കൂടെ അതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കുടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പിന്നെ ഒന്നും ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കാം. ഇത് ഫില്ലിംഗ് ഒന്നും പുറത്ത് വരില്ല. നിങ്ങൾ പരത്തുമ്പോൾ കുറച്ച് പൊടി കൂടുതൽ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫില്ലിങ് ഇങ്ങനെ ഒന്ന് അത് ചെയ്യുമ്പോൾ ഫില്ലിങ്ങൊക്കെ നല്ലോണം ഉള്ളിലേക്ക് പോയി കിട്ടും കേട്ടോ. ഒട്ടും പുറത്ത് വരാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഫില്ലിംഗ് ഒന്നും. പിന്നെ വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ അധികം എണ്ണ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ഒരേ റൊട്ടിയായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാതെ തന്നെ നമുക്ക് നല്ല ഷേപ്പിൽ കുറച്ച് കട്ടിയിൽ പരത്തിയാൽ മതി. കുട്ടികൾക്കൊക്കെ എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം ടിഫിൻ ബോക്സിൽ. അങ്ങനെ തന്നെ അത് കഴിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 4 പീസാക്കി സോസും കൂടെ വെച്ച് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ചപ്പാത്തി ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. 2 സൈഡും ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ 4 സൈഡിലേക്കും വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടും പരത്തിയെടുക്കുക. ഇങ്ങനെയും ചെയ്യാം കേട്ടോ, ഷേപ്പ് മാറ്റിയിട്ട്. അപ്പോൾ നല്ല കട്ടിയിൽ കിട്ടും. കുറച്ച് പൊടി നന്നായിട്ടൊന്ന് ചെയ്താൽ മതി. അപ്പോൾ സ്ക്വയർ ഷേപ്പിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. മറ്റേ ബോളാക്കി എടുക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലെയറിലൊക്കെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ബട്ടറിൽ ഉണ്ടാക്കുകയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുക കേട്ടോ. ഓയിൽ വേണമെങ്കിൽ ഓയിലിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കരുത്. ബട്ടറാണ് ഏറ്റവും നല്ലത് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ നമ്മുടെ പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഏതാണ് ഈസി എന്ന് വെച്ചാൽ ആ രീതിക്ക് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ പൊറാട്ട ഇങ്ങനെ പരത്തിയെടുക്കാം.
ഇതിപ്പോൾ ഒരു 6 പൊറാട്ടയ്ക്കുള്ള ഫില്ലിങ്ങാണ് ഞാൻ കാണിച്ചിട്ട് 6-7 പൊറാട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത്രയും പനീർ വെച്ചിട്ട്. നിങ്ങൾക്ക് ഇത്ര വേണമെങ്കിൽ ഒരു പാക്കറ്റിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ നന്നായിട്ട് ബട്ടർ വെച്ച് പ്രസ് ചെയ്ത് ഇത് നമുക്കൊന്ന് ഇനി ചുട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പൊറാട്ടയൊക്കെ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ആലു പൊറാട്ടയുടെ ടേസ്റ്റിനേക്കാളും വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് മസാല മാറ്റി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഉള്ളി വെച്ചിട്ടുള്ള ഒനിയൻ പൊറാട്ട ഉണ്ട്, അതും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ടിഫിൻ ബോക്സ് റെസിപ്പീസൊക്കെ നമ്മളിനി ചെയ്യാം കേട്ടോ. അപ്പോൾ അതങ്ങനെ എല്ലാ പൊറാട്ടയും പരത്തി എടുത്തിട്ടുണ്ട്. ഇതാ ബട്ടറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റൊട്ടി നല്ലോണം ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 സൈഡും നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കളർ വരും. ആ പനീരൊക്കെ നല്ലോണം മൊരിഞ്ഞ് വെന്തിട്ട് അതിന് ശേഷം നമ്മൾ നല്ലോണം ബട്ടർ ചേർത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ചെറുതായിട്ടൊന്ന് പൊന്തും. അപ്പോൾ ലെയറായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ തോന്നും അത്. അപ്പോൾ അതാ നമ്മുടെ റൊട്ടിയൊക്കെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ്. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അതിൽ ഉപയോഗിക്കാം. ഞാൻ ഇങ്ങനത്തെ കല്ലിലാണ് ചുട്ടെടുക്കാറ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ പുകയാണ്. ബട്ടർ ഇട്ടപ്പോൾ നല്ല ചൂടാണ്. ചൂട് അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗ്യാസ് കുറച്ച് കൊടുക്കാം. റൊട്ടി വെന്തതിന് ശേഷം ഗ്യാസ് കുറച്ച് ബട്ടർ തേക്കുമ്പോൾ മാത്രമേ ഗ്യാസ് കുറച്ച് കൊടുത്താൽ മതിട്ടോ. കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് പൊന്തി വരും. അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ ഒരു ലെയറായിട്ട് വരും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ റെസിപ്പികളൊക്കെ കുട്ടികൾക്കുള്ളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ റൊട്ടിയും ഞാൻ 2 റൊട്ടിയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ റൊട്ടിയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാതെ നമുക്ക് നല്ല ടേസ്റ്റിലും അതുപോലെ തന്നെ കാണാൻ ഭംഗിയിലും നിങ്ങൾക്ക് ഈ പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് 4 പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത റൊട്ടി ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അത് നമ്മുടെ എല്ലാ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടോടെ കഴിക്കുന്ന സമയത്താണ് കേട്ടോ. നമ്മൾ നോർത്തിലൊക്കെ ഉള്ളപ്പോൾ കഴിക്കുന്ന സമയത്താണ് അത് ചുട്ടെടുക്കുക. ചൂടോടെ കഴിക്കാനും സ്വാദാണ്. ചൂടാറാത്ത ടിഫിൻ ബോക്സിലൊക്കെ കുട്ടികൾക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ പനീർ പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തയക്കാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.